സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ് ബസുമതി റൈസ് 30 മിനിറ്റ് വെള്ളത്തിൽ സോക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് ഗീ ഒഴിച്ച് അതിലേക്ക് സ്പൈസസും ഒനിയനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അരി വെള്ളം എല്ലാം വാർന്നതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്തോ അതിൻ്റെ ഡബിൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തു, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം കൂടെ നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. നമുക്കിനി ഒരു വിസിലാണ് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള സമയം. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒനിയൻ, കിസ്മിസ്, കാഷ്നട്ട് ഇതെല്ലാം ഗീയിൽ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്